നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട നേതാവെന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് എന്ന പേര് ഇന്നും ലോക രാഷ്ട്രീയ വേദിയിൽ ചർച്ചാ വിഷയമാണ്. അധികാരത്തിലെത്തിയത് മുതൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, തീരുമാനങ്ങൾ, രീതികൾ, രാജ്യാന്തര ബന്ധങ്ങൾ എന്നിവയെല്ലാം ലോക ജനത ആകാംക്ഷയോടെയും അമ്പരപ്പോടെയും നോക്കിക്കൊണ്ടിരുന്നു. സ്വാർത്ഥതയും സ്വയം പ്രചരണവുമാണ് ട്രംപിന്റെ ഭരണത്തിന്റെ മുഖമുദ്രയായി ലോകം തിരിച്ചറിഞ്ഞത്. ഭരണത്തിലുണ്ടായ സമയത്ത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ പോലും അവഗണിച്ച് അക്രമ രാഷ്ട്രീയത്തെയും ജാതീയതയെയും പ്രോത്സാഹിപ്പിച്ച നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ വിമർശനങ്ങൾക്കിടയാക്കി. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ലോകത്തോടുള്ള വൈരാഗ്യത്തിന്റെ മറ്റൊരു രൂപമായി മാറി. കുടിയേറ്റക്കാർക്കെതിരായ പൈശാചിക നടപടികളും പരിസ്ഥിതി കരാറുകളിൽ നിന്ന് പിന്മാറിയ നടപടികളും ഇറാനുമായുള്ള വൈരാഗ്യവും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളോടുള്ള അമിത നികുതി ഭീഷണികളും എല്ലാം കൂടി അദ്ദേഹത്തെ മനുഷ്യരാശിക്കെതിരായ ക്രൂരതയുടെ പ്രതീകമാക്കി മാറ്റി. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്ക ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിലയിൽ നിന്നും പിന്മാറിയപ്പോഴാണ് ലോകം പൗരത്വത്തിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ തുടങ്ങിയത്. തുടർന്ന് മിക്ക രാജ്യങ്ങളും ആദ്യം ഭയന്നുവെങ്കിലും ഇന്ത്യയും ചൈനയും ട്രംപിന്റെ നെറുകേടിനെതിരെ ഉറക്കെ ശബ്ദമുയർത്തിയതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളുടെയും തണലിൽ മറ്റു രാജ്യങ്ങളും ചേക്കേറാൻ തുടങ്ങി. താരഭീഷണികളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം രാജ്യ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകും. എന്നാൽ വീണ്ടും ചൈനയ്ക്കും ഇന്ത്യക്കും മേൽ തീരുവ കൂട്ടാനുള്ള നടപടി സ്വീകരിക്കാൻ ട്രംപ് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ചൈന പണി തുടങ്ങിക്കഴിഞ്ഞു. വ്യാപാര യുദ്ധം മുറുകുന്നതിനിടെ അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ടാണ് ചൈന കളി തുടങ്ങിയത്. സെപ്റ്റംബർ മാസത്തിൽ യുഎസിൽ നിന്നുള്ള ചൈനീസ് ഇറക്കുമതി പൂജ്യത്തിലേക്ക് 7 വർഷത്തിനിടെ ആദ്യമായാണ് ഇറക്കുമതി പൂജ്യത്തിലേക്ക് എത്തുന്നത്. ഇതോടെ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കിയിരിക്കുന്ന അമേരിക്കൻ കർഷകർ പെരുവഴിയിലായി എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഇതേ സമയം 1.7 മില്യൺ മെട്രിക് ടണ്ണിന്റെ ഇറക്കുമതിയായിരുന്നു ചൈന നടത്തിയത്. അതാണ് ഈ വർഷം പൂജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ചൈനയുടെ മൊത്തം ഇറക്കുമതിയെ ഇത് ബാധിച്ചിട്ടില്ല. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും സോയാബീൻ ഇറക്കുമതി ചൈന വർദ്ധിപ്പിച്ചതാണ് ഇതിന് കാരണം. സെപ്റ്റംബറിൽ ചൈന മൊത്തം 12.87 മില്യൺ മെട്രിക് ടൺ സോയാബീനാണ് ഇറക്കുമതി ചെയ്തത്. ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതി 29.9% വർദ്ധിച്ച് 10.96 മില്യൺ ടണ്ണിലെത്തി. മൊത്തം ഇറക്കുമതിയുടെ 85.2% വരും ഇത്. അർജന്റീനയിൽ നിന്നുള്ള ഇറക്കുമതി 91.5% വർദ്ധിച്ച് 1.17 മില്യൺ ടണ്ണിലുമെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിലാണ് സോയാബീൻ പ്രതിസന്ധിയും ഉടലെടുക്കുന്നത്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ചൈന സോയാബീൻ ഇറക്കുമതിയിൽ നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു. ഈ നിയന്ത്രണവും അപൂർവ ധാതുക്കൾക്കുമേൽ ചൈന വരുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും അടക്കം എല്ലാം അവസാനിപ്പിച്ചാലേ താരിഫിൽ ഇനിയൊരു പുനരാലോചന ഉണ്ടാകൂ എന്ന തീരുമാനത്തിൽ ട്രംപ് അടിയുറച്ചു നിൽക്കുകയാണ്. ചൈനയുടെ സോയാബീൻ നിയന്ത്രണത്തെ സാമ്പത്തിക ശത്രുതാ നടപടി എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ചൈനയിൽ നിന്നുള്ള ഉപയോഗിച്ച പാചക എണ്ണ ഇറക്കുമതിയിൽ നിയന്ത്രണം വരുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ സോയാബീൻ പ്രശ്നത്തെ യുഎസുമായി വിലപേശാനുള്ള ഒരു ഉപാധിയായാണ് ചൈന കാണുന്നത്. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്നിരിക്കെ ഇതൊരു സംസാര വിഷയമാക്കാനാണ് ചൈനയുടെ ശ്രമം. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ചൈന ഇന്നലെയോ തുടങ്ങിയതല്ല. ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 63.7 ദശലക്ഷം ടൺ സോയാബീനാണ് ബ്രസീലിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്തത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 2.4% കൂടുതലാണ്. അർജന്റീനയിൽ നിന്നും മുൻ വർഷത്തെക്കാൾ 31.8% കൂടുതൽ സോയാബീൻ ഇറക്കുമതിയാണ് ചൈന നടത്തിയത്. സീസണൽ വിളവെടുപ്പ്, വില, മികച്ച വിളവ് എന്നതെല്ലാമാണ് ബ്രസീലിന് കൈകൊടുക്കാൻ ചൈനയ്ക്ക് കാരണമായുള്ളത്. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ പല ബ്രസീലിയൻ തുറമുഖങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളതിനാൽ ഇറക്കുമതിയിൽ ചൈനയ്ക്ക് സ്ഥിരത ഉറപ്പാക്കാനുമാകുന്നുണ്ട്. അതേസമയം യുഎസിൽ നിന്നുള്ള കർഷകർ കയറ്റുമതി നിലച്ചതോടെ പെരുവഴിയിലായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് കർഷകർ കരുതുന്നത്. അടുത്ത വർഷം ജനുവരിയോടെ ചൈന വീണ്ടും യുഎസിൽ നിന്ന് സോയാബീൻ വാങ്ങാൻ ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ. ട്രംപിന്റെ നയങ്ങൾ കാരണം അമേരിക്കൻ സാമ്പത്തിക രംഗം അസാധാരണമായ അനിശ്ചിതത്വത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം, ഇറാനെതിരായ ഉപരോധങ്ങൾ, ഐക്യരാഷ്ട്രസഭയോടുള്ള വെല്ലുവിളികൾ ഇവയൊക്കെ ലോക സമാധാനത്തിനും വിപണി വ്യവസ്ഥകൾക്കും തിരിച്ചടിയായി മാറി. മഹത്തായ അമേരിക്ക എന്ന വാഗ്ദാനം അവസാനം വില കുറഞ്ഞ രാഷ്ട്രീയ ഹാസ്യം മാത്രമായി മാറിയപ്പോൾ ലോകത്തിന്റെ കണ്ണിൽ ട്രംപ് ഒരു ഹാസ്യരൂപം മാത്രമായി മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച